ആവശ്യപ്പെടുന്നു. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the US deal. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വ്യക്തമായും സ്ഫുടമായും പറയാനാണ് ഞാൻ. And the result is going to be borne by the people of our country, by our farmers, by our small and medium business owners, by our workers. ഈ കരാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നമ്മുടെ കർഷകരെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ, നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മുടെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കരാറിലാണ് രാജ്യം ഭരിക്കുന്നവർ ഒപ്പിട്ടിട്ടുള്ളത്. No Prime Minister before him has opened agriculture to American agriculture. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ കാർഷിക രംഗം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. Large American mechanized farms are going to compete with small Indian labor intensive farms. വളരെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തു നിന്നും വരുന്ന ഈ പുതിയ ആളുകളുടെ ആഗമനത്തോടുകൂടി, കരാറിലൂടെ തുറന്നു കൊടുത്തിട്ടുള്ളവരുടെ ആഗമനത്തോടുകൂടി. The result is going to be devastation in our agricultural sector, devastation for our cotton farmers, our corn farmers, our dal farmers, our fruit farmers. നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ അതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെ തകർക്കുന്നതാണ്. ആ കാർഷിക മേഖലകളെ മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് ഈ അമേരിക്കയുമായുള്ള കരാർ ചെന്നവസാനിക്കുക. And our soya farmers, soybean. അതുപോലെ നമ്മുടെ സോയാബീൻ, ഈ മേഖലകളിലെല്ലാം നടക്കുന്ന കൃഷിയെ തകർക്കുന്നതായിരിക്കും ഈ കരാർ. The second thing the Prime Minister has signed away is our energy security. Energy security. ഊർജ സുരക്ഷ ആ പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി വിദേശ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. Imagine that the Prime Minister of India has committed to President Trump that India will only buy oil from who America wants it to buy oil. അമേരിക്ക പറയുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവർക്കും ഏത് രാജ്യമാണോ അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ എന്ന രംഗം ഒന്ന് ഭാവനയിൽ സങ്കല്പിച്ചു. Imagine that a country as powerful as ours has to take permission from the United States if it wants to buy oil from Russia. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. The third thing that President Trump has extracted from the Prime Minister is Indian data. ട്രംപുമായി ഒപ്പിട്ടുള്ള കരാറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് തീർത്തും രഹസ്യമായിട്ടുള്ള ഡാറ്റ വിവരങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The most valuable asset that India has is the data that we produce. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റയുമായി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരമാണ്. Any talk about AI has to be based on data. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും ഏത് പ്രക്രിയയും ഈ ഡാറ്റയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കൂ. And our 1.4 billion people produce the largest amount of data on the planet. നമ്മളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ വിവരശേഖരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. This includes medical data, it includes data on movement of people, it includes communication data. ഇത് ചികിത്സാ രംഗത്തുള്ള ഡാറ്റ, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡാറ്റ, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ യാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട
വളരെ വികാരസാന്ദ്രമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡാറ്റയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. All of it has been signed away by Prime Minister Modi. ഇതെല്ലാം പ്രധാനമന്ത്രി മോദി ഒപ്പിട്ട് വിദേശ ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുകയാണ്. And the final thing he has done, he has promised President Trump that we will buy billions of dollars of imports from the United States. 9 lakh crore imports from the United States every year. 9 ലക്ഷം കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് അത് വിലമതിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്നതാണ് ഈ കരാറിൽ ട്രംപുമായി ഒപ്പിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ.